എന്താണ് ശരിക്കും ഒരു റിയാലിറ്റി? സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദി സ്റ്റഡി അബ്രോഡ് ഏരിയ? അതൊരു സ്കെയറി റിയാലിറ്റി ആണോ? സ്കെയറി റിയാലിറ്റി ആണോ എന്ന് വെച്ചാൽ സ്കെയറി റിയാലിറ്റി തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുന്ന സമയത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് പ്ലാൻ ഇല്ലാതെ സ്റ്റുഡൻസ് പോകുന്ന സമയത്തേക്ക് കൊണ്ടുള്ള ഒരു ഇഷ്യൂസാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി ഇപ്പോൾ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ എൽഡേഴ്സിൻ്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവ് നന്നാവുക ഈ സ്റ്റാഗ്ഡ് വിത്ത് പുറത്തു പോവുക. ഇപ്പോൾ UK കേസ് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ 1 വർഷം പഠിക്കുന്നു, 2 വർഷത്തെ സ്റ്റേ ബാക്ക് കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. ജോലി കിട്ടാത്ത ആൾക്കാരാണ് ഈ തിരിച്ചു വരുന്നത്. സോ ദാറ്റ് ഈസ് എ റിയാലിറ്റി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ വാട്ട് മേക്സ് എൻമൈൻഡ്സ് ഡിഫറെന്റ്? അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എങ്ങനെ ആവണം എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം എന്നുള്ളത് അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നും. വെറുതെ സ്റ്റുഡൻസിനെ എങ്ങോട്ടെങ്കിലും കയറ്റി വിടാതെ ഐ ഡോണ്ട് വാണ്ട് ടു ഇൻക്രീസ് ദ നമ്പർ ഓൾസോ. ഒരു സെറ്റ് ഓഫ് നമ്പർ മാത്രമേ ഞാൻ ഒരു ഇൻടേക്കിൽ ചെയ്യുള്ളൂ. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സോ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റഡി അബ്രോഡിനെ പറ്റി പറയുമ്പം കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ ഭയങ്കരമായി കത്ത് നിന്നൊരു സമയത്താണ് സർ ജർമ്മനി എന്നുള്ളൊരു പ്ലാനുമായിട്ട് വരുന്നത്. സോ ഹൗ ഡിഡ് യു ലാൻഡ് ദെയർ? വാട്ട് വാസ് ദി പ്ലാൻ? ആക്ച്വലി ഒറിജിനൽ പ്ലാൻ സ്റ്റഡി അബ്രോഡ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ, അതായത് കരിയർ കോച്ചിങ് അങ്ങനെ ഒരു പാത്തിലേക്ക് വന്ന സമയത്തേക്ക് ഒറിജിനൽ പ്ലാൻ സ്റ്റഡി അബ്രോഡ് ഒരു വിങ് തന്നെ വേണം എന്നുള്ളതായിരുന്നു. ആൻഡ് സ്റ്റിൽ ദാറ്റ് ഈസ് എ പ്ലാൻ. ആക്ച്വലി ദാറ്റ് ഈസ് എ വിഷൻ. പക്ഷേ ആ ഒരു സമയത്തേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രി ഭയങ്കര സ്കാറ്റേർഡ് ആണ്. അതിൽ തന്നെ ഒരുപാട്, അതായത് പല കാര്യങ്ങളും കറക്റ്റ് അല്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അന്ന് കറക്റ്റ് അല്ലാതെ നടക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അന്ന് പിന്നെ എനിക്ക് എത്ര എക്സ്പീരിയൻസ് അതിൽ ആ ഒരു ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ട് എന്താ കറക്റ്റ് അല്ലാത്തത് എന്നുള്ളത് I was not knowing. Then I started getting a lot of enquiries. എന്താ വെച്ചാൽ ഈ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം കുറേ വന്നിരുന്ന ഒരു എൻക്വയറീസ് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെയാണ്. കുറച്ചൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എൻക്വയറി ഞാൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും അധികം സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നത്, കേരളത്തിൽ തന്നെ ഏറ്റവും സ്കാറ്റേർഡായി കിടക്കുന്ന, ഒരു ഓർഗനൈസ്ഡും അല്ലാതെ അല്ലെങ്കിൽ ഏറ്റവും സ്കാൻഡൽസ് നടക്കുന്ന ഒരു ഏരിയ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ്. ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു സിനാരിയോ നോക്കുമ്പോൾ നമ്മൾക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നായിരിക്കും വി നീഡ് ടു ടേക്ക് ദ പേയ്മെൻറ്റ്, ബിക്കോസ് വി ആർ ഡൂയിങ് എ സർവീസ് ഫോർ ദം. On behalf of them, we are applying, right? ബാക്കിയുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ വി ആർ അപ്ലൈയിങ്, യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നമുക്ക് കൺസൾട്ടൻസിന് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ ഞാൻ നോക്കിയ സമയത്തേക്ക് അത്രയും അധികം സ്കാൻഡൽസ് നടക്കുന്നു ആൻഡ് സ്റ്റുഡൻസ് ആർ നോട്ട് ഇൻഫോംഡ്. അതായത് എന്താ നടക്കുന്നത് വെച്ചാൽ നിങ്ങൾ കൺസൾട്ടൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഒരു കോഴ്സ് എടുത്തു തരും, അതിൽ കയറി പോയിക്കോളാം. Education is not something, it has to work in that perspective, right? അപ്പോൾ അതിലേക്ക് I started dwelling a bit deeper. അപ്പോൾ ഞാൻ പണ്ട് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസും I started connecting with some people in Germany. കുറച്ച് കൂടുതൽ അതിനെ പറ്റിയിട്ട് റിസർച്ച് നടത്തിയ സമയത്തേക്ക് I understood, okay, this is not how it should be done. That's why I started working on that. അപ്പം ഞാൻ വർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു നിഷിൽ സ്പെസിഫൈ ചെയ്ത ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇന്ത്യയിൽ തന്നെ മൊത്തത്തിലുള്ള ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് നിഷിലുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു അന്ന്. ഇന്നിപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരുണ്ട്. ആക്ച്വലി ബാക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് ഇൻ 2022 ആൻഡ് ഓൾ തീരെ കുറവ് ആൾക്കാരുണ്ടായിരുന്നത്. കേരളത്തിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് എനിക്കറിയാം. ഇപ്പോൾ എനിക്കറിയില്ല, അന്നത്തെ കാര്യം എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു. സോ ഓക്കെ, ഐ സ്റ്റാർട്ടഡ് വിത്ത് ദാറ്റ്. അത് ആക്ച്വലി ഒരു ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് വരുന്ന സമയത്തേക്ക് അതൊരു ഭയങ്കര ഡിസിപ്ലിൻ വേണ്ട ഒരു പ്രോസസ്സാണ്. നമുക്കെന്താ വെച്ചാൽ ഭയങ്കര കുറേ ആൾക്കാർ വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓൺ ബിഹാഫ് ഓഫ് എ സ്റ്റുഡൻറ്റ് നമ്മളൊരു 10-12 ആപ്ലിക്കേഷൻ ചെയ്യുമ്പം സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് വി നീഡ് ടു ഹാവ് സിസ്റ്റംസ്, വി നീഡ് ടു ഹാവ് പീപ്പിൾ, എവറിത്തിങ് വി നീഡ് ടു മേക്ക് ഇറ്റ് വെരി പെർഫെക്റ്റ്, റൈറ്റ്? സോ അവിടുന്നാണ് ഐ സ്റ്റാർട്ടഡ്. ദാറ്റ് വാസ് ദ സ്റ്റാർട്ടിങ് പീരിയഡ്. യെസ്, അങ്ങനെ പറയാം. ആൻഡ് എനിക്ക് തോന്നുന്നു ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം വെൻ വി ലുക്ക് അറൗണ്ട് വി ഗെറ്റ് ടു ഹിയർ ലോട്ട് ഓഫ് തിങ്സ്. അതായത് പുറത്ത് പോയ ഒരുപാട് പേര് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനെന്ന ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, പേരൻസ് കൺഫ്യൂസ്ഡ് ആവുന്നു. എന്താണ് ശരിക്കും ഒരു റിയാലിറ്റി? സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദി സ്റ്റഡി അബ്രോഡ് ഏരിയ? അതൊരു സ്കെയറി റിയാലിറ്റി ആണോ? സ്കെയറി റിയാലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ സ്കെയറി റിയാലിറ്റി തന്നെയാണ്. ബിക്കോസ് നമ്മൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നെഗറ്റീവ് ക്യാമ്പയിൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ഇപ്പോൾ കാനഡയിലുള്ള ആൾക്കാർ ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നു. നമ്മൾ നോക്കുന്ന സമയത്തേക്ക് ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു ലോങ് ക്യൂ വെയിറ്റിംഗ് പീരീഡ്സ് കാണുന്നു. UK തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നത്. ആൻഡ് ഓസ്ട്രേലിയ ഈസ് ഹാവിങ് ട്രബിൾസ് ലേറ്റ്ലി. അയർലൻഡ് ആണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദെയർ.
ദാറ്റ് ഈസ് ആക്ച്വലി ദ റിയാലിറ്റി. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുന്ന സമയത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് പ്ലാൻ ഇല്ലാതെ സ്റ്റുഡൻസ് പോകുന്ന സമയത്തേക്ക് കൊണ്ടുള്ള ഒരു ഇഷ്യൂസാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. റൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റ്ലി നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം ഒരു സൊസൈറ്റൽ പ്രഷറായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ലേ? പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. യു മൈറ്റ് ഓൾസോ ഹാവ് എക്സ്പീരിയൻസ് അല്ലേ? എന്താ അവിടെ നിൽക്കുന്നത്? സോ വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി ഇപ്പോൾ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ എൽഡേഴ്സിൻ്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവ് നന്നാവുക ഇസ് ടാഗ്ഡ് വിത്ത് പുറത്തു പോവുക. റൈറ്റ്. അങ്ങനെ വരുന്ന സമയത്തേക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നോക്കുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇവരുടെയൊക്കെ അതായത് ഒരു എൽഡർലി ആൾക്കാരുടെ ഇതിൽ ജനറേഷനിലൊരു തോട്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോയാൽ രക്ഷപ്പെടുമെന്നുള്ളതാണ്. റൈറ്റ്. ആ ഒരു ഹൈപ്പിന് കണക്കായിട്ടാണ് ഇവിടുത്തെ കൺസൾട്ടൻസീസും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയാൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, എവറിത്തിങ് ഇസ് സെറ്റ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്, എവറിത്തിങ് ഇസ് സോർട്ടഡ്, എവറിത്തിങ് ഇസ് സെറ്റിൽഡ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് കുട്ടീനെ അങ്ങോട്ട് വിട്ടാൽ മതി എന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു റിയാലിറ്റി അല്ല എന്നുള്ളത് സേ ബാക്ക്. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് കോവിഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ഒരു 2021 തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രീസിലേക്കും സ്റ്റുഡൻസ് പോയതിലൊരു ഹ്യൂജ് ആയിട്ടുള്ള സർജ് നമുക്ക് കാണാം. റൈറ്റ്. അപ്പോൾ അവരൊക്കെ പോയി ഒരു വർഷം പഠിച്ച്, ഇപ്പോൾ UK കേസ് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു വർഷം പഠിക്കുന്നു, 2 വർഷത്തെ സ്റ്റേ ബാക്ക് കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. ജോലി കിട്ടാത്ത ആൾക്കാരാണ് ഈ തിരിച്ചു വരുന്നത്. സോ ദാറ്റ് ഈസ് എ റിയാലിറ്റി. പോയിട്ടുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ എന്ന് വെച്ചാൽ തിരിച്ചു വരുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ആ ഒരു സ്കാരി ഫേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു റിയാലിറ്റി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആണ്. റൈറ്റ്. പക്ഷേ യുനോ അതിൻ്റെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഹിഡൻ റിയാലിറ്റീസ് ഒരുപാട് കിടപ്പുണ്ട്. മേ ബി നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് റിയാലിറ്റി എന്നൊക്കെ പറയാം. സ്റ്റുഡൻസും പാരൻസും വീണ് പോകുന്ന ഒരു ട്രാപ്പ് എന്താണെന്നുള്ളത് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. റൈറ്റ്. എനിക്ക് തോന്നുന്നു വളരെ കംഫർട്ടിംഗ് ആയിട്ട് ആര് പറയുന്നോ അവരിലേക്കൊരു ചായ്വ് ജനറലി ആൾക്കാർക്കുണ്ടാവുമല്ലോ. അപ്പം നോർമലി ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ കാനഡയിൽ പോയിരുന്നു, ആ സമയത്താണെങ്കിലും ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ ഏജൻസീസ് പറയുന്നത് ഭയങ്കര ഷുഗർ കോട്ടഡ് വേർഡ്സ്. അപ്പം നമ്മൾ അത് നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മളവരെ വിളിക്കും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ വാട്ട് മേക്സ് എൻമൈൻഡ്സ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എങ്ങനെ ആവണം? ഹൗ ഷുഡ് ദാറ്റ് തിങ്സ് വർക്ക്? എങ്ങനെ ആവണം എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം എങ്ങനെയൊക്കെ ആവരുത് എന്നുള്ളത് അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്കൊരു റിയാലിറ്റി എടുക്കാം. സേ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവർ ബാച്ചിലേഴ്സ് 3 year കഴിയുന്ന സമയത്ത്, മാസ്റ്റേഴ്സിനാണല്ലോ ഇവിടുന്ന് കുറേ കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത്. 3 years കഴിയുന്ന സമയത്തേക്ക് 4 years കഴിയുന്ന സമയത്തേക്ക് ഇവരും ഫ്രണ്ട്സും ഡിസ്കസ് ചെയ്ത് തുടങ്ങും. നെക്സ്റ്റ് ഈ ചോദ്യം ഇപ്പം എന്തായാലും ഇവർ വരാൻ കിടക്കുന്നുണ്ടല്ലോ, അത് അവർ ഓൾമോസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഓൾറെഡി ഇതിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാനിങ് തുടങ്ങുന്ന സമയത്തേക്ക് നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് പല ഏജൻസീസിലും പോയിട്ട് അന്വേഷിക്കുന്നുണ്ടാവും. പല ഏജൻസീസും ഇവരുടെ കോളേജിൽ വന്നിട്ട് മേ ബി ചിലപ്പം കുറേ ഇത് നടത്തിയിട്ടുണ്ടായിരിക്കും, വെബിനാർസും സെമിനാർസും പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരിക്കും. ആദ്യം ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പാരൻറ്റ് മനസ്സിലാക്കേണ്ടത് ഒരു എൻക്വയറി ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ജനറേഷനിൽ ഒരു ലീഡ് ജനറേഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ എ ഹൈ വാല്യൂ ടാർഗറ്റ് അല്ലേ? ഒരു ബിസിനസ് ലീഡാണ് നിങ്ങൾ. ഫ്രം എ പെർസ്പെക്റ്റീവ് ഓഫ് എ കൺസൾട്ടൻറ്റ് യു ആർ എ ബിസിനസ് ലീഡ്. ഇപ്പോൾ അനു പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാൻ അനുവിനെ കാണുന്നത് എനിക്കൊരു അനുവിൻ്റെ ഒരു അപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 to 3 lakhs എനിക്ക് കമ്മീഷൻ വരുന്ന ഒരാളായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. സോ എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിക്കുന്ന സമയത്തേക്ക് എങ്ങനെയെങ്കിലും അനുവിനെ കയറ്റി വിടുക എന്നുള്ളതാണ്. കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഞാൻ കൺസൾട്ടൻറ്റിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ, അവിടെ പോയിട്ട് അനു എന്താവുന്നുള്ളത് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. നോർമലി ചിന്തിക്കുന്ന സമയത്തേക്ക് അവിടെ നിന്നാണ് ആദ്യത്തെ പ്രശ്നം. റൈറ്റ്. സ്റ്റുഡൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈ ഷുഗർ കോട്ടഡ് വേർഡ്സിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ദേ ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ്. റൈറ്റ്. ആ ഒരു റിസർച്ച് ഇവിടുന്ന് ചെയ്യാതെ, അതായത് ഇപ്പം സാധാരണ രീതിയിൽ സ്റ്റുഡൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കോഴ്സിനെ പറ്റിയിട്ട് ചോദിക്കും. ഒരു 3-4 കോഴ്സ് ഏജൻസി അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു 8-10 ഏജൻസിയിലേക്ക് ചോദിച്ചു നോക്കിയിട്ടുണ്ടായി, എൻക്വയറി ചെയ്തിട്ടുണ്ടാവും. യു മൈറ്റ് ഓൾസോ ഹാവ് ഡൺ അല്ലേ? അപ്പം അതിൽ നിന്ന് നമുക്ക് കംഫർട്ടിംഗ് ആയിട്ടുള്ളതായിരിക്കും ആദ്യം നോക്കുന്നുണ്ടാവും.
കംഫർട്ടിങ് അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുക നിങ്ങൾ എന്താ ഇങ്ങനെ പറയാതെ, പാരൻസും ചോദിക്കാറുണ്ട് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടോണായിട്ട് പല ആൾക്കാരും യൂസ്ഡ് ആയി തുടങ്ങി. ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്നുള്ളത് പല ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് മാത്രം എൻ്റെ അടുത്തേക്ക് വരുന്ന പല ആൾക്കാരും ഉണ്ട്. മനസ്സിലായി. റൈറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ലൈഫ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുന്ന ലൈഫാണല്ലോ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക. കാനഡ UK എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് മഞ്ഞ് വീഴുന്നു, കോട്ടിട്ടിട്ട് കുറെ അങ്ങോട്ട് നടക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അതൊക്കെയാണല്ലോ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരാൾ പറയുമ്പോഴാണ് ഇവർ ഇയാൾ എന്താ ഈ പറയുന്നത് എന്നുള്ള തോട്ട് വരിക. ബാക്കി 10 ആൾക്കാരും ഈ സെയിം കഥയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ അവിടെ പോകുന്നു, നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടുന്നു, അത് കഴിയുന്നു, ലോൺ അടയ്ക്കുന്നു, എവറിത്തിങ് ഇസ് ഫൈൻ ആൻഡ് സെറ്റിൽ. മഞ്ഞത്ത് റീൽ എടുക്കുന്നതും മഞ്ഞത്ത് രാവിലെ ജോലിക്ക് പോകുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. സോ അതാണ് രണ്ടാമത്തെ ഒരു സ്റ്റുഡൻസിൻ്റെ, അതായത് ഇപ്പം ഇവർ നോക്കുന്ന സമയത്തേക്ക് ഒരു കോഴ്സ് നോക്കി, ഇപ്പം BBA ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഗ്ലോബൽ MBA അല്ലെങ്കിൽ ഗ്ലോബൽ മാനേജ്മെൻറ്റ്. റൈറ്റ്. ഈ ഗ്ലോബൽ മാനേജ്മെൻറ്റ് എന്താണെന്നും ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്നും ഇത് പഠിക്കാൻ വേണ്ടുള്ള സ്കിൽ സെറ്റ് എനിക്കുണ്ടോ എന്നുള്ളതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ആൻഡ് സ്റ്റുഡൻറ് ആർ ഓൾസോ നോട്ട് അവെയർ. റൈറ്റ്. രണ്ടാമത്തെ കാര്യം, സ്റ്റുഡൻസ് കയറി നോക്കുന്നത് ടെസ്റ്റിമോണിയൽസ് നോക്കും. റൈറ്റ്. ടെസ്റ്റിമോണിയൽസ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാം. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യാം. സോർട്ടഡ് ആണ്. ആൻഡ് അനദർ തിങ് ഈസ് ആക്ച്വലി സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ ചോദിച്ചിട്ട് വിളിക്കാൻ പറയും. യു മൈറ്റ് ഓൾസോ അല്ലെ, കാനഡയിലുള്ള ഏതെങ്കിലും ചേച്ചിയോ ചേട്ടനെയൊക്കെ വിളിച്ചു നോക്കിയിട്ടുണ്ടാവും. റൈറ്റ്. അപ്പം എന്തായിരിക്കും സ്റ്റുഡൻറ്റ് ചോദിക്കുക, ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ ഈ കോഴ്സ് നല്ലതാണോ? റൈറ്റ്. അപ്പം ഈ നല്ലത് ഇസ് ലൈക്ക് വെരി റിലേറ്റീവ്. അനുവിൻ്റെ നല്ലതായിരിക്കില്ല ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുടെ സബ്ജക്റ്റീവ് ആണല്ലോ. അപ്പം അനു ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും ഈ നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് നല്ലതായിരിക്കുമോ, പഠിക്കാൻ എളുപ്പമുണ്ടോ, അത് പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ളതായിരിക്കും. അയാൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവുക പഠിക്കാനിവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ക്ലാസ്സിലൊന്നും അധികം പോകേണ്ട കാര്യമൊന്നുമില്ല, പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടില്ല, പാർട്ട് ടൈമിന് പോവാം. റൈറ്റ്. അവിടെയാണ് ഫസ്റ്റ് ഗ്യാപ്പ് വരുന്നത്. അപ്പം ഈ കുട്ടിയും വിചാരിക്കുന്നത് എന്താ, ഞാൻ അവിടെ എല്ലാവരും ഇതൊക്കെയല്ലേ ചോദിക്കുള്ളൂ. പാരൻസ് ഇപ്പോൾ ഈ കുട്ടിക്ക് പാരൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന സമയത്തേക്ക് പാരൻ്റ് ആദ്യം ചോദിക്കുക ഏത് ഏജൻസിയാണ്, ഏജൻസിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള ആരോടെങ്കിലും സംസാരിച്ചോ, നീ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചോ. ഈ 4 പോയിന്റും ടിക്കാണല്ലോ, ചെക്കാണല്ലോ. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ലല്ലോ. അപ്പോൾ കോഴ്സ് ഫൈനലൈസ് ചെയ്യുന്നു. അടുത്തത് ഇവർ ഫൈനാൻസിൻ്റെ പിറകിൽ ഓടാൻ തുടങ്ങി. ഫൈനാൻസിൻ്റെ പിറകെ ഓടുന്ന സമയത്തേക്ക് അടുത്ത ഷുഗർ കൂട്ടി. ഇതൊന്നും പ്രശ്നമുള്ള പരിപാടിയല്ല. നിങ്ങൾ ആദ്യം ഒരു അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എത്ര % ഫീസ് മാത്രം അടച്ചാൽ മതി, അത് തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് തരാം. റൈറ്റ്. ചിലപ്പോൾ പറയും ഇൻ കേസ് ഇപ്പം UK പോലത്തെ കൺട്രീസൊക്കെ ആണെങ്കിൽ ഷോ മണിയാണ്, അത് ഇവിടെ കാണിച്ചാൽ മതി, ഒരു മന്ത് കാണിച്ചാൽ മതി. ഇൻ കേസ് അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് ഓൾസോ. ദർ ആർ പീപ്പിൾ ഹു ഡു ദാറ്റ് ഓൾസോ. റൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും, അതും ടേക്കൺ കെയർ ആണല്ലോ. അപ്പോൾ പാരന്റിന്റെ മൈൻഡിലുള്ളത് എന്താണ്, സ്റ്റുഡൻറ്റിന് ഇപ്പം ഒരു കുറച്ച് ഫീസ് ഇവിടെ കൊടുത്താൽ മതി, പ്രഷർ കുറച്ചുകൂടെ കുറഞ്ഞു ഭയങ്കര ലൈറ്റർ ഫീൽ അല്ലേ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഓ എനിക്കിത് കിട്ടുകയാണ്, ഓക്കെ ഇത് കിട്ടുന്നു, അവിടെ UK പോകുന്നു. അപ്പം ഇപ്പം പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇങ്ങനെയായിരിക്കും, UK പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മാസം തൊട്ടിട്ട് തന്നെ പാർട്ട് ടൈം നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നു, പാർട്ട് ടൈം ചെയ്യുന്നു, ആ പൈസ വെച്ചിട്ട് പൈസ കുറച്ച് നാട്ടിലേക്ക് അയക്കുന്നു, കുറച്ച് ഫീസ് അടയ്ക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഇതാണ് കൊടുക്കുന്ന ഒരു നൊട്ടേഷൻ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. റിയാലിറ്റിയിൽ ഇതൊന്നും യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് അല്ലേ, കാനഡയിൽ യു ഹാവ് സീൻ ഇറ്റ്. അപ്പം ഇതൊന്നും നടപടിയാവാൻ പോകുന്നില്ല. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. റൈറ്റ്. എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് ആർ സീയിങ് ദ സ്ട്രഗിൾ. സ്റ്റുഡൻറ് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കോഴ്സ് വളരെ നല്ലതാണ്, യൂണിവേഴ്സിറ്റി, അവിടെ പോയിട്ട് പാർട്ട് ടൈം ഉണ്ട്, എവറിത്തിങ് ഇസ് സെറ്റ്, എവറിത്തിങ് ഇസ് ഓക്കെ. കൺസൾട്ടൻറ്റിൻ്റെ ജോലി അവിടെ കഴിഞ്ഞല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞു, കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ, അത് അവിടെ കഴിഞ്ഞു. റൈറ്റ്. അവിടെ നിന്നാണ് സ്ട്രഗിൾ ശരിക്കും തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം UK ഈ ഷോമനി എൻ്റെ ഒരു കോൺസെപ്റ്റ്, ഇപ്പം യു ഹവ് ബീൻ ദർ ഇൻ കാനഡ. റൈറ്റ്. കാനഡയും ജർമ്മനി ആണെങ്കിൽ ഒരു ബഫർ ഉണ്ട് നമുക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാനുള്ള മണി, അവിടെ ലിവിങ് എക്സ്പെൻസസ്. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ അതിന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയും, കാനഡയിലാണെങ്കിൽ അതിന് GSC അല്ലെ, GSC ഇൻവെസ്റ്റ്മെന്റ് പറയും, GSC അക്കൗണ്ട്. ഇത് കാനഡയിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ജർമ്മനിയിലുള്ളത് കൊണ്ട് എന്തെങ്കിലും വേഴ്സ്റ്റ് കേസിൽ നമുക്ക് പാർട്ട് ടൈം കിട്ടിയിട്ടില്ലെങ്കിലും പട്ടിണി അടക്കേണ്ടി വരില്ല. എല്ലാ മാസവും ഒരു എമൗണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഒരു 10 ലക്ഷം രൂപ ഒന്നിച്ച് റേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ ആ ഒരു സമയത്തേക്ക് ലോണോ എന്തോ ഒന്ന് ചെയ്തിട്ട് നമ്മൾ ഇത് റേസ് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. റൈറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ട് ടൈം ഇല്ലെങ്കിലും വി ഹാവ് എ ബഫർ ഓവർ ദർ, സർവൈവ് ചെയ്യാനായിട്ട് വി ഹാവ് സംതിങ് ഓവർ ദർ. അപ്പം പാർട്ട് ടൈം വരുന്ന സമയത്തേക്ക് വി ക്യാൻ മേക്ക് ഇറ്റ് അപ് ടു ഇറ്റ്. ജർമ്മനിയുടെ കേസ് ആണെങ്കിലും ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്.
യു കെയുടെ കേസിലേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി ഇത് ഷോമണിയാണ്. അതായത് ഇവിടെ മാത്രമേ ഈ പൈസ കാണിക്കുന്നുള്ളൂ. ആളവിടെ ചെന്നാ പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ അതായത് ഇന്ത്യയിലുള്ള അക്കൗണ്ടിലാണല്ലോ കാണിക്കുന്നത്, അവിടെ പൈസ ഇല്ലല്ലോ. അവിടെ അവർക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ either അവർ പാർട്ട് ടൈം ചെയ്യണം, 2-3 മാസം, 1 മാസം മേ ബി വേണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ പാരന്റിന് അങ്ങോട്ട് അയച്ചു കൊടുക്കും. 2ാമത്തെ മാസം അയച്ചു കൊടുക്കണം, 3ാമത്തെ മാസം അയച്ചു കൊടുക്കണം. 3-4 മാസം ആവുന്ന സമയത്തേക്ക് പാരന്റ്സ് വിൽ അണ്ടർസ്റ്റാൻഡ് സംതിങ് ഈസ് റോങ് അല്ലേ. പിന്നെ സ്റ്റുഡന്റ് അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഒരു അച്ഛനും അമ്മയും അതിന് വില്ലിങ് ആയിരിക്കില്ലല്ലോ. എൻ്റെ കുട്ടി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്തേക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ദേ വിൽ സെൻഡ് ദ മണി. 5 മാസം 4 മാസം കഴിയുന്ന സമയത്തേക്ക് ഫീസിന്റെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനാവും. ഇവിടുന്ന് കൊടുത്ത പ്രോമിസ് പ്രകാരം അവിടെ പോകുന്നു, പാർട്ട് ടൈം ചെയ്യുന്നു, ഫീസ് അടയ്ക്കുന്നു. ഇതാണല്ലോ കൊടുത്തിട്ടുണ്ടാവുക പ്രോമിസ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് 4ാമത്തെ മാസം കൊണ്ട് പറയുന്നുണ്ട്, റിയലൈസ് ചെയ്യും. 4ാമത്തെ or 5ാമത്തെ മാസം കൊണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ റീൽസും വീഡിയോസ് ഒക്കെ വരുന്നത്. ഇങ്ങോട്ടാരും വരരുത്, ഇവിടെ ജോലിയൊന്നും ഇല്ല, ഇതാണ് എന്നുള്ളതാണ് റിയൽ. ദിസ് ഈസ് ഹൗ ഇറ്റ് ആക്ച്വലി വർക്ക്സ്, റൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. സോ ദിസ് ഈസ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് എങ്ങനെ ഇത് ചെയ്യരുത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഓക്കെ. നമ്മൾ ഇപ്പം മിക്ക കൺട്രീസിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എടുത്ത് പറയാനാണെങ്കിൽ കാനഡയൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് ഇപ്പം നമ്മൾ പറഞ്ഞു ജോലി കിട്ടുന്നില്ല, ആരും കയറി വരരുതെന്ന് പറയുന്നു. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ജർമ്മനി എന്താണ് അവിടുത്തെ ഒരു ജോബ് മാർക്കറ്റ്, എങ്ങനെയാണ്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അതോ ഹൗ ഇസ് ഇറ്റ്? ജർമ്മനിയുടെ കേസിൽ ആക്ച്വലി ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ മൾട്ടിപ്പിൾ പോഡ്കാസ്റ്റ് ചാനൽ. ജർമ്മനിയുടെ കേസിൽ എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ്. ഒരുപാട് ഡ്രാസ്റ്റിക് പോളിസി ചേഞ്ചസ് വരുന്നില്ല, സ്റ്റേ ബാക്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല. അവർ വേൾഡിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് 3rd ലാർജസ്റ്റ് എക്കണോമിയാണ്. 3rd ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ ദേ ആർ കോമ്പീറ്റിംഗ് വിത്ത് ഇന്ത്യ, ചൈന, US ആൻഡ് ജപ്പാൻ, റൈറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം ആൻഡ് ദേ ആർ എൻ ഏജിങ് പോപ്പുലേഷൻ ഓൾസോ. യൂറോപ്പിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഹാവ് സീൻ ഇറ്റ്, റൈറ്റ്. ഏജിങ് പോപ്പുലേഷൻ ആണ്. സോ ജോബ് ഇസ് ദർ. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഈസ് ലൈക്ക് ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും അവിടെ ജോലി കിട്ടുമെന്ന് വെച്ചാൽ യു വോണ്ട് ഗെറ്റ്. അവർ പറയുന്ന സ്കിൽ സെറ്റ് പൊസസ് ചെയ്യാൻ പറ്റിയെന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ജോബ് നിങ്ങൾക്ക് കൊടുക്കാൻ, ഐ മീൻ ലാംഗ്വേജ് ലെവൽ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വോണ്ട് ഗെറ്റ് എ ജോബ് ഇൻ ജർമ്മനി. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ദ ലാംഗ്വേജ് ഈസ് ദ നെഗറ്റീവ് തിങ്. ഓക്കെ. സോ ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കൺട്രീസിൻ്റെ ഇപ്പോൾ UK ഒക്കെ കേസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ആക്ച്വലി പ്രശ്നം വരുന്നില്ല. സി വി ഹാവ് ബീൻ ട്രെയിൻഡ് ഇൻ ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 16 years അല്ലേ. ഇവിടുത്തെ അവരുടെ ബാച്ചിലേഴ്സ് കഴിയുന്നവരെ ഇംഗ്ലീഷിൽ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് അത്ര ബാരിയർ ആവേണ്ട ഒരു കാര്യം ടെക്നിക്കലി ഇല്ല, മാനേജ് ചെയ്ത് പോകാം. അവിടെയാണ് അടുത്ത ഒരു ചാലഞ്ചും കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള അടുത്തൊരു ചാലഞ്ച് അവിടെയാണ്. ഇവിടുന്ന് പല ഏജൻസീസും കൊടുക്കുന്ന ഒരു എന്താ വെച്ചാൽ അതൊരു നല്ല കാര്യമാണ് ആക്ച്വലി. അതായത് ഇംഗ്ലീഷിൽ പഠിച്ചത് കൊണ്ട് തന്നെ വാട്ട് ദേ ആർ അസ്യൂമിങ് ഈസ് ആക്ച്വലി ലാംഗ്വേജ് will be kind of fluent. So it should be okay. So you can travel with the medium of instruction. Our medium is English, right? Yes. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് മനസ്സിലാവുന്നത് നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് അല്ല ഇവിടെ അതിന് പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിലാണ് നെക്സ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് അവിടുത്തെ 4 മാസം വരെയുള്ള ചാലഞ്ചേ പറഞ്ഞിട്ടുള്ളൂ. കോഴ്സ് 1 വർഷമാണ്. ഈ 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഹൗ they'll start managing with പാർട്ട് ടൈം, എങ്ങനെയെങ്കിലും അവിടെ സർവൈവൽ എന്നുള്ള രീതിയിലേക്ക് വരും. പിന്നെ ഇത് കഴിയുമ്പോഴേക്കും അവിടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലേക്ക്, അതായത് 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ടല്ലോ, അതിൽ ബൈ ദ ടൈം അവർ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം സെറ്റ് ആക്കിയിട്ടുണ്ടാവും, റൈറ്റ്. പക്ഷേ അപ്പോഴാണ് നെക്സ്റ്റ് ചാലഞ്ച് വരുന്നത്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനാണ് ഇനി അടുത്ത ചാലഞ്ച് വരുന്നത്, റൈറ്റ്. മേ ബി അവരുടെ അവർ അവിടുന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ഹാർഡ് ട്രൂത്ത് എങ്ങനെയായിരിക്കും, ഞങ്ങൾ നാട്ടിൽ പഠിച്ച ഡിഗ്രിയോ ഞങ്ങൾ ഇവിടെ വന്ന് പഠിച്ച ഡിഗ്രി ആയിരിക്കില്ല എനിക്ക് ഇവിടെ ജോലി വാങ്ങിക്കുന്നത്. ക്വാളിഫിക്കേഷനിലല്ല കാര്യം, എനിക്ക് അവിടെ സ്കില്ല് വേണം എന്നുള്ളത്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതിന് മേലെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഫോർ ദാറ്റ് മാറ്റർ അവരങ്ങനെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ബിക്കോസ് ഇവിടുന്ന് അവർ പോകുന്ന സമയത്തേക്ക് അവരുടെ മൈൻഡിൽ ഫീഡ് ചെയ്തിട്ടുള്ളത് എന്താ, അവിടെ നിങ്ങൾ പോയാൽ യുവർ ലൈഫ് ഈസ് സെറ്റ് എന്നാണുള്ളതാണല്ലോ. പക്ഷെ ഈ റിയൽ ചാലഞ്ച് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ 2 വർഷം കൊണ്ട് ജോലി കിട്ടാത്തവരാണല്ലോ തിരിച്ചു വരുന്നത്, അല്ലേ. ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ ഒരു എയിം തന്നെ നമ്മൾ 1 വർഷം അവിടെ പോയി പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് 2 വർഷം ആ നാട്ടിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ആ കൺട്രി കൊടുക്കുന്ന ഒരു വിൻഡോ ആണ് ഈ 2 years എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ടൈം എന്ന് പറയുന്നത്. പക്ഷെ ആ സ്റ്റേ ബാക്ക് ടൈമിൽ ജോലി അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സ്കിൽ സെറ്റ് ഇയാളുടെ അടുത്തില്ല,
യെസ്. അല്ലേ? ജോലി നമുക്ക് അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പം എംപ്ലോയബിലിറ്റി റേറ്റ് ഇപ്പോൾ യു കെയുടെ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 72-73% ഉണ്ട്. 73% ഉണ്ട് എന്ന് പറയാം, അത്രയേ ഉള്ളൂ എന്നും പറയാം. ഓക്കെ. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. റൈറ്റ്. ഈ പെർസെൻറ്റേജിലായിരിക്കണം എനിക്ക് ജോലി കിട്ടേണ്ടത്. അതായത് 100 ആൾക്കാരുണ്ടെങ്കിൽ 72 ആൾക്ക് ജോലി കിട്ടേണ്ടടുത്തുനിന്ന് എനിക്ക് ജോലി കിട്ടണം. ആ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ടി വരും. ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്താലേ അത് നടക്കുള്ളൂ. അവിടെയാണ് ദ റിയൽ ചാലഞ്ച്. അവിടെ ആയിരിക്കണം നമ്മൾ ആക്ച്വലി ഒരു സ്റ്റഡി അബ്രോഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്യപ്പെടേണ്ട ഒരു ഗ്യാപ്പ് കിടക്കുന്നത് അവിടെയാണ്. ഐഡന്റിഫൈഡ് ആണ്, പലരും ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ആരും ബ്രിഡ്ജ് ചെയ്യാതെ നോക്കുന്ന ഒരു ഗ്യാപ്പ് അവിടെയാണ്. ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനാണ് ഞാൻ കാര്യമായിട്ട് ശ്രമിക്കാറുള്ളത്. ഫോർ ദാറ്റ് മാറ്റർ ജർമ്മനി ആണെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്തേക്കും നമ്മൾ ശ്രമിക്കുന്നത് അതാണ്. ഓക്കെ. ഓക്കെ. ഇപ്പം എൻമൈൻഡ്സിലേക്ക് നമുക്കൊരു ആപ്ലിക്കൻറ്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. അത് പറഞ്ഞ പോലെ ഈ സ്കിൽ സെറ്റ്സിൻ്റെ കാര്യമായിക്കോട്ടെ, ഹൗ ഡു യു ഗൈഡ് ദം? ഇപ്പം നോർമലി ഒരു ഏജൻസിയിൽ പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പല ഏജൻസിയിൽ പോയപ്പോഴും അവർ കുറേ സെറ്റ് ഓഫ് കോഴ്സസ് തരും, കുറേ സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് തരും. നമ്മൾ മൊഡ്യൂൾസ് കയറി നോക്കുക, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നു. പക്ഷേ എന്താണ് കുറച്ചും കൂടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ടു ഹെൽപ്പ് ദം? നോർമലി ഒരു പ്രൊസീജിയർ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു ഏജൻസിയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ, കോഴ്സ് ഒരു സ്റ്റുഡൻറ്റ് വരുന്നു, അവർക്ക് വേണ്ട കോഴ്സസ് കൊടുക്കുന്നു, ഫൈനലൈസ് ചെയ്ത്. ഇപ്പോൾ അനു എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അനുവിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഞാൻ ഫൈനലൈസ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഓക്കെ ആണോ, ആപ്ലിക്കേഷൻ ഇടുന്നു, വിസ പ്രൊസീഡ് ചെയ്യുന്നു, വിസയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, മേ ബി വേണമെങ്കിൽ അവിടെയുള്ള അക്കോമഡേഷൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്തുതരും. ഇറ്റ്സ് ഓൾ കൈൻഡ് ഓഫ് കേക്ക് വർക്ക് അല്ലേ? അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദർ ഇസ് നത്തിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻ ദാറ്റ്. സോ വാട്ട് ഐ നോർമലി ട്രൈ ടു ഡു ഇസ് ആക്ച്വലി വി ട്രൈ ടു സീ യുവർ പ്രൊഫൈൽ, അനലൈസ് യുവർ പ്രൊഫൈൽ. ഇപ്പോൾ ഈ കോഴ്സിൻ്റെ എന്തായിരിക്കും നമ്മൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി ദേ ആർ നോട്ട് ട്രെയിൻഡ് ഓൺ ഹൗ ടു ലുക്ക് അറ്റ് ഇറ്റ്. ഒരു കോഴ്സിൻ്റെ മോഡ്യൂൾസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ നോക്കണം, എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്, ഞാൻ പഠിച്ചതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് പോലും പലരും നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരുവിധം കൺട്രീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മാസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക അവരുടെ ബാച്ചിലേഴ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും. റൈറ്റ്. അപ്പം അക്കാദമിക്കലി തന്നെ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ പഠിച്ച മേ ബി ഇപ്പോൾ ഒരു BBA കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരു MBA ചെയ്യുന്ന സമയത്തേക്ക് ഇതേ ഡെഫിനറ്റ്ലി വിൽ ബി എ ഗ്യാപ്പ്. റൈറ്റ്. ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സിലബസിനെ ആദ്യം നമുക്കൊന്ന് കീറി മുറിച്ച് നോക്കണം. ഈ സിലബസ് ഞാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. ഒരു 2 സെമിസ്റ്റർ ആണെങ്കിൽ ഈ 2 സെമിസ്റ്ററിൽ ഞാൻ എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും ഓരോ മോഡ്യൂൾസിൻ്റെയും റെലവൻസ് എന്താണ്, അത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ CV വെച്ചിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് എന്നുള്ളത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗ്യാപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഗ്യാപ്പ് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണം. മേ ബി ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വീക്ക് ആയിരിക്കും. IELTS നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും IELTS ഐ റെക്കമെൻഡ് എവരിവൺ ടു ടേക്ക് IELTS. അറ്റ്ലീസ്റ്റ് വി വിൽ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് വേർ വി സ്റ്റാൻഡ്. റൈറ്റ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ കുറച്ച് ലാംഗ്വേജ് ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. അതൊരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളല്ല അല്ലേ? അപ്സ്കിൽ ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആക്കണം എന്ന് പറയുമ്പോഴേക്കും പല ആൾക്കാരും എന്നെ അതെന്തോ നമ്മളെന്തോ മോശം കാര്യം പറഞ്ഞ പോലെ നോക്കും. എന്താ എനിക്ക് അറിയാത്തൊരു കാര്യം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ് വിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു അവിടെ പോയിട്ട് ഒരു സ്കോട്ടിഷ് ഗൈഡിൻ്റെ അല്ലെങ്കിൽ സ്കോട്ടിഷ് ലേഡീൻ്റെ ഒക്കെ ഇംഗ്ലീഷ് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് അല്ല എന്നുള്ളൊരു ഇത് വരും. റൈറ്റ്. എന്നുവെച്ചാൽ ആക്സെന്റ് ചേഞ്ചസ്, ദ യൂസേജസ് വിച്ച് ദേ ഡു, അതൊക്കെ മാറ്റമുണ്ട്. റൈറ്റ്. ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് അനദർ തിങ് ഈസ് ആക്ച്വലി അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് എന്തൊക്കെ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടില്ല. റൈറ്റ്. ഇന്ന് നമ്മളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് പഠിച്ച മാസ്റ്റേഴ്സിൻ്റെ സിലബസ് ഇന്ന് ചിലപ്പം റെലവൻ്റേ അല്ലായിരിക്കും. റൈറ്റ്. നമുക്ക് അടുത്തൊരു 10 വർഷത്തേക്ക് വേണ്ട സ്കിൽ സെറ്റ് എന്താണെന്നുള്ളത് ഇന്നും അറിയില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ആക്ച്വലി വി ആർ പ്രിപ്പയറിംഗ് ആർ സ്റ്റുഡൻസ് ഫോർ എ ഫ്യൂച്ചർ വിച്ച് ഇസ് നോട്ട് യെറ്റ് ഡിഫൈൻഡ്. അല്ലേ? വിത്ത് എ സിലബസ് വിച്ച് ഇസ് ഔട്ട്ഡേറ്റഡ്. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഫ്രം ആർ സൈഡ്, പാരൻസും സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി നീഡ് ടു അപ്സ്കിൽ ആർ സെൽസ്. സോ കുറച്ച് സർട്ടിഫിക്കേഷൻസും കുറച്ച് കോഴ്സസും, അതായത് എന്തോ ഒന്ന് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ഒരു ബേസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ബേസ് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കാച്ച് അപ്പ് ഫ്രം ദർ.
റൈറ്റ്. അതർവൈസ് വാട്ട് ഹാപ്പൻഡ് ഈസ് ആക്ച്വലി നമ്മളൊരു MBA ക്ലാസ് പോയിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫസർ അവരുടെ സ്റ്റൈലിലായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. നമുക്ക് ദിസ് ലുക്ക് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു എസ്. ഇത് എന്താണ് ഈ പറയണെന്നുള്ള സെറ്റപ്പ് പലർക്കും അത് ഉണ്ടാവാറുണ്ട്. അതെ. ജർമ്മനിയിലൊക്കെ എസ്പെഷ്യലി അത് ഉണ്ടാവാറുണ്ട്. ഫോർ ദാറ്റ് മാറ്റർ UK-ലും പല സ്റ്റുഡൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷിലുള്ള ഡിഫറൻസ് പോലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഇവിടുന്ന് നമ്മൾ പ്രിപ്പയർ ആവണം. നമ്മൾ പോകുന്നത് ഒരു വേറെ രാജ്യത്താണെന്നും അവരുടെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈവൻ ദോ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും ആക്സെന്റും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ് എന്നുള്ള ബോധം നമുക്കിവിടെ വേണം. എല്ലാവരും പോയി പഠിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എനിക്കും പോയി പഠിക്കാൻ പറ്റും എന്നുള്ള യു ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. റൈറ്റ്. സോ ഈ ഒരു ഇത് നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റണം. എനിക്കതൊരു പരിധി വരെ നമ്മൾ സ്റ്റുഡൻസിന് അത് ക്ലിയർ ആക്കി കൊടുക്കും. റൈറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ദേ ഷുഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദെയർ CV. എന്തൊക്കെ ഉണ്ടായിരിക്കണം? ദേ ഷുഡ് ഹാവ് എ ക്ലാരിറ്റി ഓൺ ലൈക്ക് ഈ ഒരു മാസ്റ്റേഴ്സ് കഴിയുന്ന സമയത്തേക്ക് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് ഹൗ മൈ CV ഷുഡ് ലുക്ക് ലൈക്ക്, ഓർ ഹൗ മൈ പോർട്ട്ഫോളിയോ ഷുഡ് ലുക്ക് ലൈക്ക്. ആ ഒരു ക്ലാരിറ്റി സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ UK-ലുള്ള ഒരു ജോബ് എന്താണെന്നുണ്ടെങ്കിലും നമ്മളൊരു പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ജോലിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഒരു MBA പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ജോലികളൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകാന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണമല്ലോ. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ആ ജോലിക്ക് ആ ജോലി ആരൊക്കെയോ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടല്ലോ, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റണം. ആ രീതിയിലേക്ക് നമ്മുടെ CV എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇത് നടക്കുള്ളൂ. റൈറ്റ്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഏറ്റവും അധികം ഇത് 3 കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു. അടുത്തൊരു കാര്യം നമ്മുടെ സ്റ്റുഡൻസ് തീരെ നെഗ്ലക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ LinkedIn പ്രൊഫൈൽ. അല്ലേ? പല ആൾക്കാരുടെയും LinkedIn പ്രൊഫൈൽ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കും, ഇവരെങ്ങനെ നോക്കും, ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ പ്രൊഫൈൽ അതൊക്കെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ തന്നെ ആ പ്രൊഫൈലുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരിക്കും ഉണ്ടാവുക. റൈറ്റ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിനുള്ളൊരു ട്രെയിനിങ് പല സ്ഥലത്തും നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല. കോളേജുകളും ഒന്നുമില്ല. പിന്നെ ആരും അങ്ങനെ നമ്മളിവിടെ അതത്ര യൂസ്ഡ് അല്ലല്ലോ. ആ ഒരു ലോജിക്ക് അത്ര യൂസ്ഡ് അല്ലല്ലോ. അപ്പോൾ അത് അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ LinkedIn ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ ഡിജിറ്റൽ ഹിസ്റ്ററി. അല്ലേ? ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നൊരു കാര്യമല്ല. മേ ബി ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് കാണിക്കാനുള്ള പ്രൂഫായിട്ട് ആണിത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓൾസോ വേറൊരു കാര്യം ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കാനഡയുള്ള ഏതോ ചേച്ചീനെ വിളിച്ച കഥ പറഞ്ഞില്ലേ? ഏതോ ഒരു ചേച്ചീനെ, അതായത് കൺസൾട്ടൻസി തന്നിട്ട് ഏതോ ഒരു ചേച്ചീനെ വിളിക്കുന്നതിന് പകരം യു ക്യാൻ കണക്ട് വിത്ത് പീപ്പിൾ. യു ഷുഡ് നോ ദ ഗ്രൗണ്ട് റിയാലിറ്റി. റൈറ്റ്. നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കൺസൾട്ടൻസി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ ആരെ സെറ്റ് ആക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നെ ഫോൺ കോൾ മൈ സ്റ്റുഡൻസ് വിൽ ബി ദെയർ. ഞാൻ പറയുന്നത് അവർ പറയും. അപ്പം കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഇത് ചെയ്യുന്ന കൺസൾട്ടൻസീസിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ഓൾസോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി പോസിബിൾ. റൈറ്റ്. ഇത് സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇവർക്ക് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി LinkedIn ആണ്. യു സ്റ്റാർട്ട് കണക്ടിങ് വിത്ത് പീപ്പിൾ. But make sure you're asking the right questions. You're connecting with the right person. That is one thing. And make sure you're asking the right question. നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് നല്ലത് ചോദിക്കരുത്. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. Clarity is very important. Clarity is very, very important. Right. അതിനുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. Right. So that is another thing. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുക. പിന്നെ അഗൈൻ അനദർ തിങ്, ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് ഇപ്പോൾ അനു മൈറ്റ് ഹാവ് ഫെൽറ്റ് ആക്ച്വലി നമ്മളിവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതും പുറം രാജ്യങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അല്ലേ? അവർ മോസ്റ്റ്ലി നോക്കുന്നത് വാട്ട് വാല്യൂ വി ക്യാൻ ഗിവ് ടു ദ പൊസിഷൻ വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ കമ്പനി. അല്ലേ? അപ്പം ഞാൻ പല സ്റ്റുഡൻസും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സാർ ഞാൻ ഇന്ന് ഇരുന്നിട്ട് 10 ജോലിക്ക് അപ്ലൈ ചെയ്തു, 20 ജോലിക്ക് അപ്ലൈ ചെയ്തു. 20 ജോലിക്ക് എങ്ങനെ ഇവൻ ഒരു ദിവസം അപ്ലൈ ചെയ്യും? വൈ? ബിക്കോസ് ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 4 to 5 hours എടുക്കും. Minimum. Why? Because I need to have a detailed understanding of what the job role is, what the company does. Right. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എൻ്റെ CV-യിൽ വരുത്തണം, എൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുത്തണം. ഒരു കവർ ലെറ്റർ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യണം. ChatGPT-യിൽ ഇട്ടിട്ട് കിട്ടുന്ന കവർ ലെറ്റർ അല്ല. യു ക്യാൻ യൂസ് AI, പക്ഷേ യു ഷുഡ് ബി യൂസിങ് ഇറ്റ് ഇൻ എ സെൻസിബിൾ വേ. ഇത് സെൻഡ് ചെയ്തിട്ടായിരിക്കണം വെയിറ്റ് ചെയ്യേണ്ടത്. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ എങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രോസസ്സ് എടുക്കുകയാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഹാർഡ്ലി 1 or 2 ജോബ്സിനെ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. And that makes sense also. Right. അതിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്, അതിൽ നിന്ന് റിജക്ഷൻ കിട്ടും. Why? Because നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയ്മെന്റ്
സ്കിൽ സെറ്റ്. സ്കിൽ സെറ്റും അവിടെ കിടക്കുന്നുണ്ട്, അതെ. എംപ്ലോയ്മെന്റ് ബാരിയറും അവിടെ കിടപ്പുണ്ടല്ലോ. ട്രൂ ട്രൂ. പക്ഷേ ദാറ്റ് ഇസ് ഹൗ യു ഷുഡ് ബി ട്രൈയിങ് ഇറ്റ്, യാ അല്ലേ? റൈറ്റ്. ഇതൊന്നും അറിയാണ്ട് ഇവിടുന്ന് കയറി പോയിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടുന്നില്ല, ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നോ പോയിന്റ്. യെസ് സോ യെസ് ദാറ്റ് ഇസ് ദ ബേസ് ലൈൻ, Right, റൈറ്റ്? yes. അതാണ് അതിന്റെ ഒരു ഇങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത് സ്റ്റുഡൻസ്. ആൻഡ് അഗെയിൻ ഞാൻ ഇതിപ്പോ സ്റ്റുഡൻസിന്റെ സൈഡാണ് ആക്ച്വലി. ഇതിൽ പാരന്റ്സിന് ഒരു വലിയ റോൾ ഉണ്ട്, യെസ് അല്ലേ? പാരന്റ്സ് ആണ് ഡിസിഷൻ മേക്കേഴ്സ്. അതെ. ദേ ആർ മേക്കിംഗ് മണി. Right. അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല, അല്ലെങ്കിൽ കുട്ടികൾ പോയിട്ട് അന്വേഷിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ നിൽക്കരുത്. അതെ കുട്ടികൾ പോയിട്ട് അന്വേഷിക്കുന്നത് ലൈക്ക് വാട്ട് ദേ ഷുഡ് ബി ഏബിൾ ടു വാലിഡേറ്റ് ഓൾസോ. റൈറ്റ്. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കൗൺസിലിംഗ് കോൾസിലും അല്ലെങ്കിൽ കൗൺസിലിംഗ്സിലും ഇപ്പോൾ പാരന്റ്സിന്റെ അടുത്തും കൂടെ എൻകറേജ് ചെയ്യും. ഒരു സെഷൻ എനിക്ക് തോന്നുന്നു സെഷൻ parents ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇരിക്കാൻ- സെഷൻ സ്റ്റുഡന്റ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് വിത്ത് us ഫോർ എ ഹാഫ് ആൻ അവർ, ടേക്ക് എ ടൈം. സി ഓൾമോസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു 25 ലക്ഷം രൂപയായിരിക്കും. അതെ അതെ ആ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് മനസ്സിലാക്കാൻ വേണ്ടി 1-2 മണിക്കൂർ ഇഫ് യു ആർ Spend ടേക്കിംഗ് ചെയ്തതില് ഇറ്റ്സ് കംപ്ലീറ്റ്ലി സെൻസിബിൾ, അല്ലേ? യെസ് വാട്ട് ഐ സജസ്റ്റ് ഈസ് ആക്ച്വലി ഇപ്പം കൊച്ചിയിലോ കോഴിക്കോടോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നമുക്ക് ഓഫീസ് ലൊക്കേഷൻസ് ഉള്ളത് കൊച്ചി കോഴിക്കോടാണ്, അവിടെയാണെന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ദം ടു കം ഡൗൺ ടു അവർ ഓഫീസ്, റൈറ്റ് ജസ്റ്റ് സീ ഹൗ തിങ്സ് വർക്ക്, ടോക്ക് ടു ദ പീപ്പിൾ. ദാറ്റ് മേക്സ് റിയൽ കണക്ഷൻ, അല്ലേ? റൈറ്റ് ഇനിയിപ്പോൾ അതിന് പോസിബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ കണക്ട് അവർ ഗൂഗിൾ മീറ്റ്, റൈറ്റ്. ജസ്റ്റ് ലെറ്റ് സീ ആൻഡ് ടോക്ക് ടു ഈച്ച് അതർ, അല്ലേ? Yes. ഒരു ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ എന്തോ കഥ പറയുന്നതിനേക്കാളും ഇവരാരാന്നുള്ള കഥ പറയുന്നതിനേക്കാളും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്നത് ബെറ്റർ ആയിരിക്കും. യെസ് യെസ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. True. അതൊന്ന് ഫൈനലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡന്റും പാരന്റും തമ്മിലുള്ള കൺഫ്യൂഷൻ സെറ്റായി, പാരന്റും കൺസൾട്ടൻസിയും തമ്മിലുള്ള കൺഫ്യൂഷൻ സെറ്റായി, സ്റ്റുഡന്റും കൺസൾട്ടൻസിയും തമ്മിലുള്ള കൺഫ്യൂഷൻ സെറ്റായി, അതെ അതെ. അല്ലേ? ഒരു ക്ലാരിറ്റി ഒരു എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടും. നേരത്തെ പറഞ്ഞ രീതിയിലേക്കുള്ള കാര്യം ഒഴിവാക്കാനാണ് ഞാൻ ആദ്യം ശ്രമിക്കാറ്. പറഞ്ഞില്ല, അതായത് അഡ്മിഷൻ കിട്ടുന്നത് വരെ ഒരു രീതിയിൽ സംസാരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ രീതിയിലാണെന്ന് പറഞ്ഞില്ല. അതെ അതെ. വാട്ട് നോർമലി ഐ ഡു ഇസ് ആക്ച്വലി ഒരു ഒറ്റ കോളിൽ തന്നെ കംപ്ലീറ്റ് ഒരു പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിയൽ പിക്ചർ കൊടുക്കും. റിയൽ പിക്ചർ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും റിസ്ക് വരാനുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫൈനാൻസസിന്റെ കേസിലൊക്കെ മേ ബി ചിലപ്പം കുറച്ച് റിസ്ക്സ് ഉണ്ടായിരിക്കും. വി ട്രൈ ടു അത് ആദ്യം തന്നെ നമുക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കും. എന്താണെന്ന് വെച്ചാൽ വി ഡോണ്ട് വാണ്ട് എനി സഡൻ സർപ്രൈസസ്, അല്ലേ? പല കേസസിലും അത് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ എമൗണ്ട് ഒക്കെ ആകെ മാറി, ഇതൊന്നും ആയിരുന്നില്ല, വേറെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. സോ വി ട്രൈ ടു ഗിവ് എ ക്ലാരിറ്റി ഓൺ ഫ്രം ദർ ഇറ്റ് സെൽഫ്, ഇൻ ദ സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. പിന്നെ വി മേക്ക് ഷുവർ ആക്ച്വലി നമ്മൾ പാരന്റ് അടുത്ത് പറയും, സ്റ്റുഡന്റ് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു നമ്മളെ സൈഡിൽ നിന്ന്, അതെ എനിക്കിത് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡന്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ അകത്ത് ചെയ്യേണ്ടതുണ്ട്. സ്റ്റുഡൻസ് നല്ലോണം വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിത് ഭാവിന്റെ കാര്യമല്ലേ, റൈറ്റ്? നെക്സ്റ്റ് ഹൗ ഇപ്പം മോസ്റ്റ്ലി ഒരു രാജ്യത്തേക്ക് പോയിട്ട് അവിടെ സെറ്റിൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിയുള്ള പണ്ട് UAE-യിലേക്കോ അല്ലെങ്കിൽ GCC-യിലേക്ക് പോയ പോലെ അല്ലല്ലോ. UK-യിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നുണ്ടാവില്ല, അതിൽ ബി സെറ്റിലിംഗ് ദർ. സോ അവരുടെ ജീവിതത്തിന്റെ ബാക്കി സമയം ചെലവഴിക്കാൻ പോകുന്ന ഒരു കൺട്രിയിൽ അവരുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ബി അൽസെ ബാച്ചിലേഴ്സിനെക്കാളും കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണിത്, അല്ലേ? അപ്പൊ അതിൽ ഡെഫിനറ്റ് ആയിട്ടും സ്റ്റുഡന്റിനും പാരന്റിനും ഒരു ഇൻവോൾവ്മെന്റ് വേണ്ടതുണ്ട്. അവിടെയാണ് എനിക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കേണ്ടത്. എന്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പം ഇതൊക്കെ നടക്കുമെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നടക്കുന്നത് നടന്നാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുന്നിട്ട് 1000-2000 ആൾക്കാരെയും UK-യിലേക്കോ കാനഡയിലേക്കോ കയറ്റി വിടാന്ന് ഞാൻ ആർക്കും എഗ്രിമെന്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ പോയാൽ മാത്രം മതി. 10 ആൾക്കാരാണ് പോകുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള 10 ആൾക്കാർ പോയാൽ മതി. ഇപ്പൊ ജർമ്മനിയുടെ കേസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 3 years I have almost 350+ സ്റ്റുഡൻസ് ഇൻ ജർമ്മനി. അവർ ഒരുവിധം എല്ലാവരും സ്റ്റുഡൻസുമായിട്ടും പാരന്റ്സുമായിട്ടും വി കീപ്പ് ഇൻ കോൺസ്റ്റന്റ് കോൺടാക്ട്. എന്തൊരാവശ്യത്തിന് ഞാൻ വിളിച്ചാലും ഏതൊരു സ്റ്റുഡന്റും ദേ ആർ വില്ലിംഗ് ടു ഹെൽപ്പ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറയാത്ത ഒരു കാര്യം അവർ ജർമ്മനി പോയിട്ട് കണ്ടിട്ടില്ല. പല കേസിലും സ്റ്റുഡൻസ് എന്നെ വിളിച്ചിട്ട് പറയും, ചേട്ടൻ പറഞ്ഞ അത്ര വേസ്റ്റ് അല്ല ഇവിടെ എന്നാ പറയുന്നത്. വേസ്റ്റ് ഇല്ലേ, നല്ല കാര്യം, എൻജോയ്. അതല്ലേ നമുക്ക് പറയാനുള്ളത്. പ്രിപ്പയർ ദം ഫോർ ദ വേസ്റ്റ്. അവിടെ പോയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബോണസ്, യു എൻജോയ് ഇറ്റ്, റൈറ്റ്? നമ്മൾ ഇവിടുന്ന് വെറുതെ ഇതെല്ലാം തള്ളി മറിച്ചിട്ട് എല്ലാം സെറ്റാണ് എന്ന് പറഞ്ഞു വിട്ടിട്ട് അപ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. എത്ര പേരെ അനുവിനെ അറിയാം, അനു റെക്കമെൻഡ് ചെയ്യോ, അനു പോയ അല്ലേ? സോ ദാറ്റ് ഈസ് ദർ ആക്ച്വലി വി ട്രൈ ടു മേക്ക് എ ഡിഫറൻസ്. ഇപ്പം എൻ്റെ അടുത്തേക്ക് ജർമ്മനിക്ക് വരുന്ന സ്റ്റുഡൻസിൽ ഓൾമോസ്റ്റ് ഒരു 70-60% മുന്നേ പോയ സ്റ്റുഡൻസ് റെഫർ ചെയ്തിട്ടുള്ളവരാണ്. ജർമ്മനിയിൽ നിന്ന് എവിടെയെങ്കിലും കേട്ടാൽ മതി, മേ ബി ചിലപ്പോൾ ഞാൻ കൊടുക്കുന്ന സർവീസ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും, ചേട്ടാ ആരോ ജർമ്മനിയുടെ കാര്യം നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. എനിക്കൊന്ന് പിന്നെ സ്റ്റുഡൻസുമായിട്ട് ഒരു മെന്റർ
ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഇത്രയും കാര്യത്തിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ നോർമലി ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊന്ന് കോൺടാക്ട് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വെരി റയർ. അവിടെ എത്തി അവരും പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് യു ആർ ആക്ച്വലി എ മെന്റർ ടു മെനി ഓഫ് ദം. അതുകൊണ്ടായിരിക്കുമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എനിക്ക് 1000-10,000 സ്റ്റുഡൻസ് ഇല്ല എവിടെയും. മനസ്സിലായി. അത്രയധികം സ്റ്റുഡൻസ് വരുമ്പം ചിലപ്പോൾ പക്ഷേ സ്റ്റിൽ ഐ വാണ്ടഡ് ടു, അതായത് ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഐ വാണ്ടഡ് ടു കീപ്പ് ഇറ്റ് ദാറ്റ് വേ ഇറ്റ്സെൽഫ്. ജർമ്മനിയുടെ മേലേക്ക് കഴിഞ്ഞ 4 വർഷം വർക്ക് ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി പ്രോസസ് ഡ്രിവൺ ഇൻഡസ്ട്രി. അത് ജർമ്മൻ പ്രോസസ് ഡ്രിവൺ ആണ്. അതായത് നമ്മളൊരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 to 12 ആപ്ലിക്കേഷൻസ് ചെയ്യണം. ദാറ്റ് വെരി ക്വാളിറ്റി ആപ്ലിക്കേഷൻസ്. റൈറ്റ്. അങ്ങനെ നമുക്ക് ഓരോ ഇൻടേക്കിലും ഒരു 100-150 സ്റ്റുഡൻറ് 130 സ്റ്റുഡൻസ് വരെ മിനിമം ഒരു ഇൻടേക്കിലുണ്ട്. ഇൻറ്റു 10 നോക്കൂ, ഓൾമോസ്റ്റ് 1300 ആപ്ലിക്കേഷൻസ്. റൈറ്റ്. 1300 ആപ്ലിക്കേഷൻസ് ഇത്രയും ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് എ വെരി പ്രോപ്പർ സിസ്റ്റം ആൻഡ് പ്രോസസ്. റൈറ്റ്. അതുകൊണ്ട് തന്നെ ഈവൻ എൻ്റെ കൗൺസിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നവരാണെങ്കിലൊക്കെ ഈ ഒരു പ്രോസസ്സിനോട് സെറ്റാണ്. ദേ ആർ യൂസ് ടു ഇറ്റ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി മണി ഓൾസോ. നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് എമൗണ്ട് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വർക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദിസ് ബാക്കിയുള്ള കൺട്രീസിലേക്ക് വരുന്ന സമയത്തേക്ക് UK-യും കാനഡയിലേക്ക് UK, അയർലൻഡൊക്കെ വരുന്ന സമയത്തേക്ക് ദ പ്രോസസ് ഇസ് നോട്ട് ദാറ്റ് ഇൻറ്റൻസീവ്. അല്ലേ? ഇപ്പോൾ എനിക്കുള്ള സ്റ്റാഫിൻ്റെ ഒരു പകുതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നമ്പേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ആക്ച്വലി ഐ എം ട്രൈങ് ടു ആഡ് വാല്യൂ ടു ഇറ്റ്. വെറുതെ സ്റ്റുഡൻസിനെ എങ്ങോട്ടെങ്കിലും കയറ്റി വിടാതെ ഐ ഡോണ്ട് വാണ്ട് ടു ഇൻക്രീസ് ദ നമ്പർ ഓൾസോ. ബിയോണ്ട് എ നമ്പർ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ഐ വോണ്ട് ഡു ഇറ്റ് ഓൾസോ. ഒരു സെറ്റ് ഓഫ് നമ്പർ, ഐ ഹാവ് സം നമ്പർ ഇൻ മൈ മൈൻഡ്. ഒരു സെറ്റ് ഓഫ് നമ്പർ മാത്രമേ ഞാൻ ഒരു ഇൻടേക്കിൽ ചെയ്യുള്ളൂ. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ we'll openly say this won't happen to us. When we talk about upskilling, എന്തൊക്കെയാണ് നോർമലി നമ്മളൊരു സ്റ്റുഡന്റിന്റെ അടുത്ത് പറയാറ്? ഇപ്പൊ പാർട്ട് ടൈം ജോബിനാണെങ്കിലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ. ഓരോ പ്രൊഫൈൽ ഇപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അപ്സ്കില്ലിംഗ് സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു BBA or BCom കഴിഞ്ഞ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അപ്സ്കില്ലിംഗ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. നമ്മളിവിടെ കാണിക്കുന്ന പല കാര്യങ്ങളും UK-യിൽ പോയിട്ട് കാണിക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് പല നെഗറ്റീവ് റീലുകളും നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ മൊത്തം അതാണ്. ഒരു ഇൻസ്റ്റഗ്രാം എടുത്ത ഏത് കൺട്രി പോയാലും ദാറ്റ് ഇസ് വാട്ട് വി സീ. അപ്പൊ നമ്മളൊരു കൺട്രീനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്തേക്ക് ഒന്ന് കോഴ്സിനെ പറ്റിയിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്തേക്ക് ദ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ഹൗ ഐ ഷുഡ് ബി ഏബിൾ ടു കോപ്പ് വിത്ത് ദ പീപ്പിൾ ഓവർ ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാനിപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം മാസ്റ്റേഴ്സ് പുറത്തുനിന്ന് എടുത്തില്ലല്ലോ എന്നുള്ളതാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്തത് വെൻ ഐ യൂസ് ടു വർക്ക് ഇൻ ജർമ്മനി. എൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് വെൻ ഐ യൂസ് ടു വർക്ക് ഇൻ ജർമ്മനി, അവർ ചിന്തിക്കുന്നതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ദേ ആർ ഗിവിങ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ പെർസ്പെക്റ്റീവ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ആ സ്റ്റോറി ടെല്ലിംഗ് ഒരു കാര്യം നമുക്ക് പറഞ്ഞ് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സ്റ്റോറി ടെല്ലിംഗ് അല്ലേ. ഇവരെ ഈ വെറുതെ വിളിപ്പിച്ച് പോകാൻ താല്പര്യമില്ലാത്തവരാണ്. നമ്മൾ ഈ മറ്റേ മാങ്ങ ഞെക്കി പഴിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. യു ഡോണ്ട് ഡു ഇറ്റ്. അത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. 12th കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾ കൂടുതലും MBBS-ന് പോവുക അല്ലെങ്കിൽ മെഡിസിന് പോവുക, അങ്ങനെ ഒരു ട്രെൻഡും നമ്മുടെ നാട്ടിൽ റീസെന്റ് നമ്മൾ അല്ലെങ്കിൽ കുറച്ചധികം നാളായിട്ട് കാണുന്നുണ്ട്. ജർമ്മനിയിൽ എന്താണ് അതിനുള്ളൊരു ഓപ്ഷൻസ്?